നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അങ്കമാലി മജിസ്ട്രേറ്റും ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലെ സ്റ്റാഫും മെമ്മറി കാർഡ് പരിശോധിച്ചു. അതേസമയം ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച അതിജീവിത രംഗത്തെത്തി. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? മോത്തി, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നേരത്തെ ഹൈക്കോടതി അതിജീവിതയ്ക്ക് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹാഷ് വാല്യൂ മാറിയത് അസമയത്തടക്കം ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. അതിലിപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ഈ കേസ് പരിഗണിച്ചിരുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ ഇത് പല ഘട്ടങ്ങളിലായി പരിശോധിച്ചിട്ടുണ്ട് എന്നതാണ്. സ്വകാര്യമായി ഈ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ വെച്ച് പരിശോധിച്ചു എന്ന കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കോടതിയിലെ ഒരു സ്റ്റാഫ് ഫോണിൽ ഇത് പരിശോധിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. പക്ഷേ ആ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്നതാണ് പിന്നീടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ആ ഫോണിൽ തന്നെയാണോ ഇത് പരിശോധിച്ചത് എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിലും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ ഭാഗമായി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ അന്തിമമായ വിവരമായി വരുന്നത് ഈ ഇത്തരത്തിൽ അസമയത്തടക്കം ഇത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പരിശോധിച്ചത്. മറ്റൊരു തരത്തിലും അതിൻ്റെ ഈ പരിശോധനകളുടെ ഭാഗമായി ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമായിട്ടുള്ളത്. പക്ഷേ ആ റിപ്പോർട്ടിനോട് അതിജീവിത യോജിക്കുന്നില്ല, അവർക്ക് അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കൃത്യമായി ഇതിൻ്റെ കൾപ്രിറ്റ്സിനെ കണ്ടെത്തണം, അതായത് ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി അവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കണമെന്നതാണ് അതിജീവിതയുടെ ആവശ്യം. അതുകൊണ്ടാണ് അവർ IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ശരി.